ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ പാട്ടൊക്കെ കേട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഇതാണ് കണ്ണൂരിലെ പോലീസ് മൈതാനം. ഇവിടെ ഇപ്പോൾ കണ്ണൂർ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. ഇത് കണ്ടില്ലേ കൂട്ടുകാരെ, അവതാറിലെ ഒരു ക്യാരക്ടറാണത്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങളുള്ളിലെത്തി. ഹായ് താജ്മഹൽ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഈഫൽ ടവറും കണ്ടു ഞങ്ങൾ ആ വള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം കളിച്ചു. കുട്ടൻ അമ്മയുടെ കൈയും പിടിച്ച് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. അവനും വെള്ളം കണ്ടിച്ച് ഒരുപാട് ഇഷ്ടമായി. കണ്ടില്ലേ, വെള്ളം എത്തി നോക്കുന്ന അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നല്ലോ. അവൻ്റെ ഡ്രസ്സ് നനഞ്ഞുപോയി. അതാണ് അവൻ പറയുന്നത്, തൊട്ട് കാണിച്ചിട്ട്. നീ താജ്മഹൽ ഫുള്ളായിട്ട് കണ്ടോ? ഇതായ ഡൈനോസറിനെ കണ്ടോ? അവതാറിന്റെ ലോകം. വെറൈറ്റി പ്ലാന്റ്സും ഫ്ലവേഴ്സും നല്ല ലൈറ്റ്സും ഒക്കെ ആയി. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ.
അത് ആദ്യം കണ്ടപ്പോൾ തന്നെ എടുത്ത് കൈ പിടിച്ചു. പിന്നെ അവന് ഗ്രീൻ വാച്ച് വേണമെന്ന് പറഞ്ഞ് ഗ്രീൻ വാച്ചാണ് വാങ്ങിക്കൊടുത്തത്. എനിക്ക് പിങ്ക് കളറുള്ള ഒരു വാച്ചും വാങ്ങി. ലൈറ്റും ഉണ്ടായിരുന്നല്ലോ ആ വാച്ചിൽ. അങ്ങനെ അച്ഛൻ എനിക്ക് ആ വാച്ച് കെട്ടിത്തന്നു. എനിക്കൊരുപാട് ഇഷ്ടമായത്. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ആനിവേഴ്സറി ആയിരുന്നു. അമ്മക്ക് 2 ബുക്സും വാങ്ങി ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ കണ്ട് മസാജ് ചെയ്യുന്ന ഓരോ സാധനങ്ങളായിരുന്നു. ചേട്ടനും അച്ഛനും മസാജ് ചെയ്തു. പിന്നെ ഞാനും ട്രൈ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരണോ? നോക്ക്, ആ കടക്കാരി ചേട്ടൻ അതിനെ കൊണ്ട് തോക്ക് വാങ്ങിച്ചു. അത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. കണ്ടില്ലേ മൂടിയിട്ട് കളർ ചെയ്യുന്നത്? സ്റ്റോളൊന്നും മുഴുവനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരതൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോഴാണ് കണ്ണൂർ സുൽത്താനെ കണ്ടത്. സുൽത്താനെ കുറിച്ച് അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ട്. പാൽക്കപ്പയും ബീഫും കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേ ദിവസം അത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങി. സ്നാക്സൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ വില ഇച്ചിരി കൂടുതലായിരുന്നു. അതിന് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോപി, അവിടെ ഗോപി ഐസ്ക്രീം നോക്കി കഴിക്കുക. പുതിയോരോ പരീക്ഷണങ്ങളാണ്. ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു. ചായ എനിക്കും ഇഷ്ടമായി. അതിനുശേഷം അഗ്നിയും അതിരിയും ആ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാറിൽ. ഇഷ്ടമായോ അതിൽ കയറിയിട്ട്? സൂപ്പർ. അത് കഴിഞ്ഞ് ഋതു അഗ്നിക്ക് ഇതെന്താ അഗ്നി സാധനം? അതില്ല, ഒരു കുതിരേൻ്റെ സൈഡിൽ കയറി. അത് കുതിരയല്ല മോളെ, അത് ഡ്രാഗണാണ്. അതിലും കയറി അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഒന്നിനും കയറിയില്ല. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അദ്രിക്കുട്ടൻ്റെ പരിപാടിയാണല്ലോ. അവിടെ കുറച്ച് ചളി ഉണ്ടായിരുന്നു. അവൻ ആ ചെളിയിൽ കളിക്കുമായിരുന്നു. അവനോട് പാട്ടിന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞത്. അവൻ പോയിട്ട് ചെളിയിൽ കളിച്ചു. കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു മന്തി കഴിക്കാൻ കയറി. അങ്ങനെ കണ്ണൂർ തന്നെയുള്ള മറാബി ഹോട്ടലിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടനൊരു ബീഫും പിന്നെ ഞങ്ങൾ ചിക്കനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. മന്തി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഒരുപാട് നേരം കുരുത്തക്കേടൊക്കെ കളിച്ചു. അഗ്നിയൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ഒക്കെ കണ്ടില്ലേ അവരുടെ ഓരോ കളികൾ. അതിനിടയിൽ അവർ മയോണൈസും ചട്നിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്രിക്കുട്ടൻ. ഇത് കണ്ടില്ലേ, ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം മയോണൈസും ചട്നിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു.
ഋത്തുവിന് മന്തി വരാനായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് എന്താ വരാത്തതെന്ന്. മന്തിയെ കാണാനില്ല. മന്തി കാണാതെ എത്തി നോക്കുന്ന ഋതു. ഐസ് മുഴുവൻ എടുത്ത് തിന്ന് തീർക്കുന്ന അദ്രിക്കുട്ടൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചിക്കനിൽ നല്ല രസം ഉണ്ടായിരുന്നു. റൈസൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. It's already Saturday. Come on, let me tell you what I got to say. Move your body, come അങ്ങനെ ഒരു ലൈം കൂടെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്